നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ പച്ചമാങ്ങ ഇടുന്ന പോലെ തന്നെ പച്ച കൊടമ്പുളി ഇട്ട് വെക്കാറുണ്ട്. അപ്പൊ കൊടമ്പുളിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ പച്ച കൊടമ്പുളിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഉടക്ക കൊടമ്പുളി തന്നെ ഉപയോഗിക്കണം. അപ്പൊ എല്ലാ സമയത്തും ഉപയോഗിക്കാനായിട്ട് നമുക്ക് പച്ചക്കൊടമ്പുളി എങ്ങനെ എടുത്തു വെക്കാന്നുള്ളതിന്റെ ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത് നല്ല മൂപ്പായ കൊടമ്പുളി ഇതാ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് പെറുക്കിയെടുത്ത കൊടമ്പുളിയിൽ നിന്നും സെലക്ട് ചെയ്തെടുത്താണ് ഇതാ കണ്ടോ. ഇതുപോലെ നല്ല ഉറപ്പുള്ളതായിരിക്കണം. അല്ലാതെ നമ്മൾ അലിത്തതും ചീഞ്ഞതൊന്നും നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. നല്ല ഉറപ്പുള്ള നല്ല വൃത്തിയുള്ളതായിരിക്കണം. അപ്പം ഞാൻ ചെയ്യേണ്ടത് ഇതിങ്ങനെ മുറിച്ചിടുകയാണ്. നമ്മൾ ഉണക്കാനിടുന്ന പോലെ തന്നെ മുറിച്ചിട്ട് കുരു മാത്രം ഒഴിവാക്കിയെടുക്കുക. നല്ല കുരുകളുണ്ട്. ഇതുപോലെ കുരു കളഞ്ഞ് ഇങ്ങനെ തന്നെ നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിടല്ലോ കേട്ടോ. അല്ലല്ലേ, അല്ല ഫ്രഷ് കൊടമ്പുളിയാണ്. ഇങ്ങനെയുള്ള കൊടമ്പുളി മാത്രമേ നമുക്ക് ഇതിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് കുറെ കൊടമ്പുളി കിട്ടിയെന്നും നമ്മൾ തെരഞ്ഞ് നല്ല വൃത്തിയുള്ളത് മാത്രം എടുത്ത് ഇതുപോലെ കഴുകി മാത്രമല്ല ഇത് നല്ല തുടച്ചെടുക്കണം. വെള്ളത്തിന്റെ അംശം തീരെ പാടില്ല. വെള്ളത്തിന്റെ ഇതൊക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. അപ്പൊ നല്ല കഴുകി തുടക്കുക തന്നെ വേണം. പച്ചക്കൊടമ്പുളി ഉപയോഗിക്കാൻ എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഫ്രഷ് ആയത് മാത്രം എന്ന് പറഞ്ഞത്. ഉണക്കാനാണെങ്കിൽ നമുക്ക് അലുത്തതും ചീഞ്ഞതൊക്കെ എടുക്കാം. കണ്ടില്ല, ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇതാ കുറച്ചും കൂടെ ഉള്ളു. ഇത്രയുണ്ട് നമ്മൾ പൊളിച്ചെടുത്ത്. ഇത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തൊരു കുപ്പിയാട്ടോ. ഈ കറകൾ കാണുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ച കുപ്പി ആയതുകൊണ്ടാണ് പോകുന്നില്ല. നമ്മൾ കുടമ്പുളിയൊക്കെ ഇടുമ്പോഴൊക്കെ ഇതുപോലെ കറകൾ വരും. അപ്പൊ ആ കുപ്പിയിൽ ആദ്യം ചെയ്യേണ്ടത് നല്ല ഫ്രഷ് കല്ലുപ്പ് ആദ്യം ഇതുപോലെ ഇടുക. 2 പിടി കല്ലുപ്പ് ആദ്യം ഇടുക അടിഭാഗത്ത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചാൽ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ട് വെക്കുക. സിമ്പിൾ പരിപാടിയാ. നമ്മൾ കുറച്ചിട്ടതിന് ശേഷം വീണ്ടും കല്ലുപ്പിടുക. നമ്മൾ വൈനൊക്കെ ഇടുന്നത് പോലെ ലെയറായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെക്കുക. നമ്മൾ ഇതുപോലെ ഇട്ട് വെക്കുക. ഉപ്പിടുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഉപയോഗിക്കുന്ന ഭരണിയായാലും കുപ്പിയാലൊക്കെ നല്ല കഴുകി തുടച്ചതായിരിക്കണം. ഇതിലും വെള്ളത്തിന്റെ അംശമൊന്നും പാടില്ല. ഇട്ട് കഴിയാനേ ഇന്ന് പെറുക്കിയെടുത്ത കുടമ്പുളി തന്നെ മുഴുവനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ 3-4 ഭരണി ഇടാനുണ്ടാവും. പക്ഷെ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല ഫ്രഷ് ആയത് എടുത്തുകൊണ്ടാണ് ഇത്ര ഉള്ളത്. അല്ലെ നമുക്ക് കൂടുതൽ എടുത്തു വെക്കാൻ ഉണ്ടാവും. എന്നാ ഏകദേശം അറിയാനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതിനെ ഒരു ഭരണി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നു. നമ്മൾ ചെത്തിയിട്ടൊക്കെ കുപ്പിയിൽ നിറച്ചപ്പോൾ ഇത്രയൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഇനി നിറയ്ക്കാനുണ്ട്. നാളെ കിട്ടുന്ന കൂടെ ചെത്തിയിട്ടാലും നമുക്ക് മുഴുവനായിട്ട് നിറയ്ക്കാൻ. ഈ മൂടി നല്ല ടൈറ്റ് ആക്കി വെക്കും. ഇപ്പൊ കൊടമ്പുളിയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് പച്ചക്കൊടമ്പുളി ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നത് കൊടമ്പുളി ഒന്നും കിട്ടാത്ത സമയത്താണ്. അപ്പൊ ഇതുപോലെ പച്ച കൊടമ്പുളി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം.